ഹലോ ഗായ്സ്, അപ്പം വെൽക്കം ബാക്ക്. സോ നമ്മളിന്ന് ബേബി നെല്ലാണ് കളിക്കാൻ പോകുന്നത് ഗായ്സ്. സോ നമ്മൾ ഇന്നൊരു ഷോർട്സ് ഇട്ടായിരുന്നു. സോ അത് നിങ്ങൾ ഏകദേശമുള്ള എല്ലാവരും കണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. സോ അത് ആണ് നമ്മളുടെ ഫസ്റ്റ് ട്രെയിലർ പോലെ ഇറക്കിയതാണ് ഗായ്സ്. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഗെയിം കളിക്കാൻ പോവാണ്. സോ ഞാൻ നെറ്റ്വർക്ക് ഓഫ് ആക്കിയിട്ടാണ് കളിക്കുന്നത്. ഇല്ലെങ്കിൽ ഗൈസ് ഫുള്ള് ആഡ്സ് വരും ഗൈസ്. കാരണം ഇതിനകത്ത് തന്നെ ഞാൻ ഫസ്റ്റ് ഒന്ന് കളിക്കാൻ നോക്കിയ സമയത്ത് തന്നെ ഫസ്റ്റ് ആഡ് വന്നു. സോ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഓഫ് ആക്കിയിട്ടേക്കുവാണ്. സോ ഗൈസ്, ബേബി എന്നിലൂടെ തുടക്കം ഫസ്റ്റ് സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് അറിയാലോ ഗൈസ്. നമ്മളൊരു ബേബി സിറ്ററാണ്. സോ ബേബിയെ നോക്കാനായിട്ടാണ് ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പറഞ്ഞേക്കുന്നത് ഇപ്പം ഡോറിന്റെ അല്ല ഡോറ് പത്താമത്തെ അപ്പാർട്ട്മെന്റിലെ 10ാമത്തെ സ്ഥലമാണ്. അപ്പാർട്ട്മെന്റ് 10. പിന്നെ എന്തോ ടവറാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കീ ഫ്ലവർ പോട്ടിന്റെ താഴെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സിറ്റി ടോപ്പ് ലെഫ്റ്റ് സ്ക്രീൻ ഫോർ ഒബ്ജക്റ്റീവ്സ്. ഗൈസ്, നമ്മളുടെ ഇടത്തെ സൈഡിലെ കോർണറിലായിട്ടാണ് നമ്മളുടെ എന്തൊക്കെ നമ്മൾ ചെയ്യണം, നമ്മുടെ മിഷൻസ് എല്ലാം കാണിക്കുന്നത്. ടാപ്പ് ദ സ്ക്രീൻ ഗൈസ്. നമ്മളുടെ റൈറ്റ് സൈഡിലെ താഴത്തെ കോർണറിൽ നമുക്ക് സിറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്, നമുക്ക് താന്നിരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമ്മളുടെ മറ്റേ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനുള്ള സാധനം കൂടി ഉണ്ട് ഗൈസ്. സോ അത്രേ ഉള്ളൂ. നമ്മളെ വേസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ കീ എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ടത്. ഗൈസ്, താഴെ നമുക്ക് ഈ ഒരു സംഭവം ഓപ്പൺ ചെയ്യാനുള്ള സാധനം വന്നിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ബേബി എടുത്തെത്തി ഗൈസ്. എന്തോ ഒരു ടൈറ്റിൽ എഴുതി കാണിച്ചു ഗൈസ്. അത് കൊള്ളായിരുന്നു കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മിക്ക ഹൊറർ ഗെയിംസിനകത്ത് ഇങ്ങനെയാണ് ടൈറ്റിൽസ് ഒക്കെ എഴുതി കാണിക്കുന്നത്. ഗ്രാനയുടെ മാത്രമേ ഉള്ളൂ ഗൈസ് അങ്ങനെ വല്ലാത്തല്ല നമ്മൾ തുടങ്ങുന്ന അങ്ങനെ ആയിട്ടുള്ള ഞാൻ കളിച്ച കുറച്ച് ഹൊറർ ഗെയിംസ് എല്ലാം അങ്ങനെ ആയിരുന്നു. ഓക്കെ, സോ നൈറ്റ് 1 ഇതെന്തോ നമ്മുടെ ആ പ്ലേയുടെ ഈ ഗെയിമിന്റെ തന്നെ എന്തോ സംഭവമാണ്. ഓക്കെ, ഇതിപ്പം നമ്മള് ഇവന് എന്ത് ചെയ്യണ്ട എനിക്ക് മനസ്സിലായി. സൈഡിൽ ഫീഡ് ദ ബേബി, ഗോ ഗെറ്റ് ദ ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് ഗൈസ്. അപ്പം ഇവനെ ഞാൻ എന്തിനാ എടുക്കുന്നത്, നീ എവിടെ ഇട്ടാ ഉച്ചർക്ക. ഓക്കെ, നമുക്ക് ഇനി നേരെ പോയിട്ട് ബോട്ടിൽ എടുത്തിട്ട് വരാം ഗൈസ്. ചിറക്ക വെച്ചിട്ട് സീനാന്ന് തോന്നുന്നു ഗൈസ്, അതിന്റെ നോട്ടൊക്കെ കണ്ടപ്പം. ഓക്കെ, ഇത് നമുക്ക് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാണല്ലോ ഗൈസ്. ചീസൊക്കെ ഇരിക്കുന്നു, ചീസ്, ഉള്ളി, മീറ്റ് എന്ന് തോന്നുന്നു ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്. സോ അതൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ മറ്റേ ഷോർട്സ് ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല ഗൈസ്. മീൻസ് അതെല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരുന്നു ഗൈസ്. അവൻ കാര്യം സാധിച്ചു കേട്ടോ, അതാണ് അവൻ്റെ ഒരു ചിരി കണ്ടോ. ഇനി നമ്മൾ ചേഞ്ചിങ് ടേബിളോട്ട് കൊണ്ടുവരണം. അപ്പൊ ഇവന്റെ മറ്റേ ഈ സംഭവം മാറ്റണം ഗൈസ്. നമ്മൾ ഡൈപ്പർ പിന്നെ മാറ്റണം. ഇവന്റെ ഡൈപ്പർ ഇരിക്കുന്നു, നീ അവിടെ പോയി ഇരിച്ചല്ലേ കേടാ. ഇവന്റെ കിടയൊക്കെ ഭയങ്കര സ്റ്റൈലാണ് കേട്ടോ. ചെറുക്കൻ ഭയങ്കര ആറ്റിറ്റ്യൂഡും എല്ലാം ഉള്ള ആളാണ്. അപ്പം നാപ്പിയാ, അതിന്റെ പേര് നാപ്പി എന്നൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ആരും ഇരിക്കുന്നത് ഗൈസ്. അവൻ അങ്ങോട്ട് പോയോ? ഗൈസ്, ഇവൻ ഇച്ചിരി സീനാണല്ലേ. ഇവൻ ഇച്ചിരി കട്ട സീനാണ് കേട്ടോ. ഇവൻ ചെറുക്കൻ കാര്യം സാധിച്ചിട്ട് ഓടി അപ്പുറത്ത് പോയി. ഓട് നിന്നെ കൊണ്ട് കിടത്താനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കിടന്ന് മര്യാദയ്ക്ക് കുറയും കൊണം കേട്ടല്ലേ ഗൈസ്. ഇവന്റെ കാലിൽ മുറിവ് എന്താണ്ട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചെറുക്കന്റെ കണ്ണൊക്കെ കണ്ടപ്പോ എനിക്ക് എന്തോ ഉരുണ്ട ഒരു കണ്ണൊക്കെ വെച്ച് കേടാ. അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമ്മള് ഇവിടെ ഇരുന്ന് കഥ വായിച്ചു കൊടുക്കാം. ചെറുക്കന് കഥ വായിച്ചാലേ അവന് ഉറക്കാൻ വരത്തുള്ളൂ ഗൈസ്. പക്ഷെ എന്താ ചെയ്യാൻ ഇപ്പോഴത്തെ കൊച്ചുങ്ങളെ കൊണ്ട്. ഓക്കെ, ഞാൻ വായിക്കാൻ പോണ് ഗൈസ്. ഞാൻ ഈ സ്റ്റോറി പറഞ്ഞു തരാം. ഇതിനകത്ത് വലിയ ഗുണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുടെ ആ സ്റ്റോറി എന്തോന്ന് വെച്ചോണ്ടല്ലോ, ഒരു രാജകുമാരൻ്റെ അടുത്ത് ഒരു പൂച്ച വന്നിട്ട് ഒരു ഗാർഡൻ ഉണ്ട്. അത് നല്ല മനോഹരമായ ഒരു ഗാർഡനാണ്, അത് കാണാൻ വരുന്നെന്ന് ചോദിച്ച് പ്രിൻസ് കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പ്രിൻസിന്റെ ഭാവം എല്ലാം അങ്ങ് മാറി ഗൈസ്. ഒരു വടിയെടുത്ത് ആ ഗാർഡൻ മൊത്തം അടിച്ചങ്ങ് പൊട്ടിച്ച് ഗൈസ്. അത് കണ്ട് പൂച്ചയ്ക്ക് എന്തോ ഭയങ്കര വിഷമായി പോയി ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ പൂച്ച പറഞ്ഞ് ഞാൻ ഇനി ഒരിക്കലും നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കരഞ്ഞു ഗൈസ്. സോ ഗൈസ്, എനിക്ക് ചെറിയൊരു ലിങ്ക്, കാരണം ഈ കഥയായിട്ട് ചെറിയൊരു ലിങ്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു ഗൈസ്. കാരണം ചിലപ്പോൾ ലിങ്ക് കാണാതിരിക്കാം. ബട്ട് ജസ്റ്റ് ഞാനൊന്ന് എന്തെങ്കിലും സ്റ്റോറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് ആ ബേബി കരയുന്ന സൗണ്ട് ഞാൻ കേട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നേരെ അങ്ങോട്ട് ഓടുന്നത്. ചെറുക്കൻ കരഞ്ഞ് അവസാനം നമ്മൾ എടുക്കാൻ ചെന്നില്ലെങ്കിൽ ചെറുക്കൻ ഇനി കരയുമല്ലോ. ചിലപ്പോൾ അവൻ നമ്മളെ പിടിച്ച് കഴുത്തിന് കുത്തി പിടിച്ചങ്ങ് കയറ്റും ഗൈസ്. അവൻ ഇച്ചിരി ടെററാണ് അവൻ. അതുകൊണ്ടാ ഗൈസ് അവനെ ഇവിടുന്ന് കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ തോന്നി ഗൈസ് ഇവൻ എന്തായാലും ഇവിടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ മറ്റേ ആ ടേബിളിലാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നമ്മളിനി നേരെ ഇവനെ കൊണ്ട് പിന്നെയും കിടത്തണം. സോ ഗൈസ്, ഇതിപ്പം ഭയങ്കര വലിയ പണിയായിപ്പോയി കേട്ടോ. ചെറുക്കൻ ഭയങ്കര സീനാണ്, എന്തോ ചെയ്യാന്.
ഇവന് മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ പോരാടാ നിനക്കൊക്കെ, എന്തിനാ ഇങ്ങനെ? ഓക്കെ, ഇവനെ ഈ റിയൽ ലൈഫിലൊക്കെ ഇവനെ ഇങ്ങനെ നോക്കാൻ വരുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പഴേ ഇറങ്ങി ഓടുമല്ലാണോ? ഇവന് ഈ പാവ ഇട്ട് കൊടുക്കാനാണ് അടുത്ത ഒബ്ജക്റ്റീവ് പറഞ്ഞേക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഗൈസ്, കാരണം ലെഫ്റ്റ് സൈഡിൽ അവിടെ ഉണ്ട് നിങ്ങൾക്ക് ഓരോന്നും ഒത്തിരി ചെറുതായിട്ടാണ് കാണുന്നത്. സോ അത് കുഴപ്പമില്ല, ബട്ട് ഞാൻ കളിക്കുന്ന സമയത്ത് കറക്റ്റ് നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, ചെമ്മരിയാട് ക്രൗഡൊക്കെ വെച്ചൊരു വാൾപേപ്പറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ചില്ലൗട്ടിനാണ് പോകേണ്ടത്. ചില്ലൗട്ട് ഗൈസ്, ഒന്നും കൂടി നമ്മൾ ചില്ലൗട്ട് ചെയ്യാൻ പോവാണ്. സോഫയിലൊക്കെയാണ് ഗൈസ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. ഓക്കെ ഗൈസ്, സോ ടി വി പിന്നെയും വന്നിട്ടുണ്ട്. മറ്റേ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സാധനമല്ലേ ഗൈസ് അത്. ഓക്കെ, നമ്മൾ പിന്നെ ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഉറങ്ങടാ, നീ എന്തിനാ ഇങ്ങനെ കണ്ണടക്കിടയ്ക്ക് തുറന്നും അടച്ചും കളിക്കുന്നേ? ഗൈസ് ഫുള്ള് ബ്ലാക്കായി. എനിക്ക് തോന്നുന്നു അടുത്ത ഡേ വരുവാണെന്ന് തോന്നുന്നു, അല്ല അടുത്ത നൈറ്റ് വരുവാന്ന് തോന്നുന്നു. യെസ് ഗൈസ്, അടുത്ത നൈറ്റ് ആണ്. സോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഓക്കെ ഗൈസ്, സോ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ അങ്ങ് ചെയ്തേക്ക് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ബൈ ബൈ.